നമസ്കാരം. ഒരു കാലത്ത് ഭൂമിയിൽ ഭീതി വിതറിയിരുന്ന ചെന്നായ്ക്കളെക്കുറിച്ച് കേട്ടിട്ടുണ്ടോ? ഡെയർ വൂൾസ്. വലിയതും ഭീകരവുമായ ഒരു നായ സ്വഭാവമുള്ള മൃഗം. ലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ഇവ ഭൂമിയിൽ ജീവിച്ചിരുന്നു. പക്ഷേ ഇന്ന് ഇവയില്ല. കാരണം വംശനാശം. എന്നാൽ ഷോക്കടിപ്പിക്കുന്ന ഒരു വാർത്ത എന്തെന്നാൽ ഇനി ഈ ഡെയർ വൂൾസ് തിരിച്ചെത്താനാണ് സാധ്യത. ഇപ്പോൾ ചില ഗവേഷകർ ജനറ്റിക് എഞ്ചിനീയറിംഗ്, ക്ലോണിംഗ് തുടങ്ങി പുതിയ ടെക്നോളജികൾ ഉപയോഗിച്ച് ഡെയർ വൂൾസിനെ തിരിച്ചു കൊണ്ടുവരാനുള്ള ശ്രമത്തിലാണ്. ഡെയർ വൂൾസ് ബോൺസ്, ടീത്ത് എന്നിവയിൽ നിന്നും DNA എടുത്ത് അതിനെ മോഡേൺ വോൾസ്, ഡോഗ്സ് എന്നിവയുടെ DNAയുമായി കമ്പയർ ചെയ്ത് ഒരു ഹൈബ്രിഡ് ഡെയർ വൂൾസ് ക്രിയേറ്റ് ചെയ്യാനാണ് അറ്റംപ്റ്റ്. ഇതുപോലെ മാമോത്തിനെ പോലും ക്ലോൺ ചെയ്യാനുള്ള പ്രോജക്റ്റുകൾ നടക്കുന്നു. പക്ഷേ വലിയ ചോദ്യം തന്നെ, നമ്മൾ എക്സ്റ്റിങ്ക്റ്റ് ആയ ഒരു സ്പീഷ്യസിനെ വീണ്ടും ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അതിൻ്റെ എക്കോളജിക്കൽ ഇമ്പാക്റ്റ് എന്താകും? നമുക്ക് ഡേഞ്ചറസ് ആകുമോ? അല്ലെങ്കിൽ നമ്മുടെ എൻവിറോൺമെൻറ്റിൻ്റെ ബാലൻസ് തകർക്കുമോ? ജുറാസിക് പാർക്ക് പോലെ സിനിമയിൽ കണ്ടു പരിചയമുള്ള കാര്യങ്ങൾ യഥാർത്ഥത്തിൽ നടക്കാൻ തുടങ്ങുമ്പോൾ അതിൻ്റെ എക്സൈറ്റ്മെൻറ്റ് വേറെ തന്നെ. പക്ഷെ അതിനൊപ്പമുണ്ട് ഭയം, എത്തിക്സ്, സയൻസ് എന്നിങ്ങനെ എല്ലാ ചർച്ചകളും. ഡെയർ വൂൾസ് വീണ്ടും ഭൂമിയിൽ വരുമോ? നിങ്ങൾക്ക് എന്തു തോന്നുന്നു? സുഹൃത്തുക്കളെ, ഇപ്പോൾ കൊളോസൽ ബയോസയൻസ് പറയുന്നത് അവർ ഡെയർ വൂൾസിനെ വീണ്ടും കൊണ്ടുവരും എന്നാണ്. I think the dire wolf is absolutely a symbol of hope. For one thing, to bring something back from extinction, it's a transformational moment in human history, right? The project that we do at Colossal, we're focusing on building technologies that can help conservation. We do not decouple de-extinction from species preservation. We think that they go hand in hand. അതിന്റെ വീഡിയോകൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാണ്. നമുക്കതൊന്ന് പരിശോധിക്കാം. കൊളോസൽ ബയോസയൻസ് പറയുന്നത് 10,000-ലധികം വർഷങ്ങൾക്ക് മുമ്പ് ഭൂമിയിൽ നിന്ന് ഒരു വന്യമായ ശബ്ദം അപ്രത്യക്ഷമായി എന്നും, എന്നാൽ ആ ശബ്ദം ഇന്ന് തിരിച്ചു വരുന്നുവെന്നും. ഇവർ റെമീസും റോമലസുമാണ്. ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് ശേഷം ജനിച്ച ആദ്യത്തെ ഡെയർ വൂൾഫ് നായ്ക്കുട്ടികൾ. എന്താണ് ഇതിന് പിന്നിലെ സത്യം? എങ്ങനെ അവർക്ക് ഇത് സാധ്യമാകും? നമുക്ക് നോക്കാം. സുഹൃത്തുക്കളെ, നിങ്ങൾക്കറിയാമോ, കാലാവസ്ഥ വ്യതിയാനത്തെക്കുറിച്ച് എല്ലാവരും ധാരാളം സംസാരിക്കുന്നു. എന്നാൽ ഇപ്പോൾ മറ്റൊരു വലിയ പ്രശ്നം കൂടി സംഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. ഒരു ജൈവ വൈവിധ്യ പ്രതിസന്ധി. ഭൂമിയിലെ ജീവന് ഇത് വളരെ അപകടകരമാണ്. പല ജീവിവർഗങ്ങളും വംശനാശം സംഭവിച്ചാൽ പ്രകൃതിയുടെ മുഴുവൻ സന്തുലിതാവസ്ഥയും തകരും. 2050 ആകുമ്പോഴേക്കും ഇന്ന് ജീവിക്കുന്ന ജീവിവർഗങ്ങളിൽ പകുതിയും എന്നേക്കുമായി അപ്രത്യക്ഷമാകുമെന്ന് ചില ശാസ്ത്രജ്ഞർ പറയുന്നു. വംശനാശം ഒരു സ്വാഭാവിക പ്രക്രിയയാണ്. ഭൂമിയുടെ ചരിത്രത്തിൽ ഇത് എപ്പോഴും സംഭവിച്ചിട്ടുണ്ട്. എന്നാൽ ഇന്ന് വംശനാശത്തിന്റെ വേഗത വളരെ വേഗത്തിലാണ്. സാധാരണയേക്കാൾ ഏകദേശം 1000 മുതൽ 10,000 മടങ്ങ് വരെ വേഗത. ഇതിന് പ്രധാന കാരണം മനുഷ്യന്റെ പ്രവർത്തനങ്ങളാണ്. അതുകൊണ്ടാണ് നമുക്ക് ഒരു പരിഹാരം ആവശ്യമായി വരുന്നത്. കൊളോസൽ എന്ന കമ്പനി ആവേശകരമായ ഒരു ആശയത്തിൽ പ്രവർത്തിക്കുന്നു. ആധുനിക സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് വംശനാശം സംഭവിച്ച മൃഗങ്ങളെ തിരികെ കൊണ്ടുവരാൻ അവർ ശ്രമിക്കുന്നു. പ്രകൃതിയെ സംരക്ഷിക്കുകയും ഭാവിയിൽ വംശനാശം തടയുകയും ചെയ്യുക എന്നതാണ് അവരുടെ ലക്ഷ്യം. ഇത് ജുറാസിക് പാർക്ക് സിനിമ പോലെയല്ല, അത് യഥാർത്ഥ ശാസ്ത്രമാണ്. മൃഗങ്ങളെയും ആവാസ വ്യവസ്ഥയെയും സംരക്ഷിക്കാൻ അവർ പരിശ്രമിക്കുന്നു. വൂളി മാമത്ത്, തൈലാസിൻ, ഡോഡോ എന്നിവയെ തിരികെ കൊണ്ടുവരാനുള്ള പദ്ധതികൾ കൊളോസൽ ഇതിനകം പ്രഖ്യാപിച്ചിട്ടുണ്ട്. എന്നാൽ ഇപ്പോൾ അവർ മറ്റൊരു മൃഗത്തെ തിരഞ്ഞെടുത്തിരിക്കുന്നു, ഡെയർ വൂൾഫ്. ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് അമേരിക്കയിൽ വളരെ പ്രധാനപ്പെട്ട ഒരു മൃഗമായിരുന്നു ഡെയർ വൂൾഫ്. പ്രകൃതിയുടെ സന്തുലിതാവസ്ഥ നിലനിർത്തുന്നതിൽ അത് ഒരു പ്രധാന പങ്ക് വഹിച്ചു. പക്ഷേ അതിന് വളരെ കാലം മുമ്പ് തന്നെ വംശനാശം സംഭവിച്ചു. ഡെയർ വൂൾഫ് പോലുള്ള വേട്ടക്കാരെ തിരികെ കൊണ്ടുവരുന്നത് ആവാസ വ്യവസ്ഥയെ പുനഃസ്ഥാപിക്കാൻ സഹായിക്കുമെന്ന് കൊളോസൽ വിശ്വസിക്കുന്നു. എന്നാൽ ഒരു വലിയ വെല്ലുവിളി ഉണ്ടായിരുന്നു ഡെയർ വൂൾഫുകളിൽ നിന്ന് DNA കണ്ടെത്തുന്നത്. അവർ 2 സാമ്പിളുകൾ മാത്രമേ കണ്ടെത്തിയിട്ടുള്ളൂ. ഒന്ന് പുരാതന പല്ലും മറ്റൊന്ന് 72,000 വർഷം പഴക്കമുള്ള തലയോട്ടിയുമായിരുന്നു. ഈ സാമ്പിളുകളിൽ നിന്ന് ശാസ്ത്രജ്ഞർക്ക് കുറച്ച് DNA ലഭിച്ചു. ഈ DNA ഉപയോഗിച്ച് ഡെയർ വൂൾഫിന്റെ ഏറ്റവും അടുത്ത ബന്ധുവായ ഗ്രേ വൂൾഫിന്റെ DNAയുമായി അവർ താരതമ്യം ചെയ്തു. ഈ വിവരങ്ങൾ ഉപയോഗിച്ച് അവർ ഡെയർ വൂൾഫിന്റെ ഒരു റെഫറൻസ് ജീൻ സൃഷ്ടിച്ചു. ശേഷം ജീൻ എഡിറ്റ് സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് കൊളോസൽ ഗ്രേ വൂൾഫുകളുടെ DNA പതുക്കെ മാറ്റുകയും അവയെ ഡെയർ വൂൾഫുകളെ പോലെ ആക്കുകയും ചെയ്യുന്നു. ഡെയർ വൂൾഫിന്റെ വലിപ്പം, ശക്തി, മറ്റ് സവിശേഷതകൾ എന്നിവയ്ക്ക് ഉത്തരവാദികളായ പ്രധാന ജീനുകളെ അവർ തിരിച്ചറിഞ്ഞാണ് അത് സാധ്യമാക്കുന്നത്. അവർ കണ്ടെത്തിയ പ്രധാനപ്പെട്ട ജീനുകളിൽ ഒന്നിന്റെ പേര് എൽക്കോൾ എന്നാണ്. ഈ ജീൻ മൃഗങ്ങളുടെ വലിപ്പത്തെ നിയന്ത്രിക്കുന്നു. അത്തരം ജീനുകൾ എഡിറ്റ് ചെയ്യുന്നതിലൂടെ യഥാർത്ഥ ഡെയർ വൂൾഫുകളെ പോലെ കാണപ്പെടുകയും
പെരുമാറുകയും ചെയ്യുന്ന മൃഗങ്ങളെ സൃഷ്ടിക്കാൻ ശാസ്ത്രജ്ഞർക്ക് സാധിക്കും. ഈ സാങ്കേതിക വിദ്യ ഇപ്പോഴും വികസിച്ചുകൊണ്ടിരിക്കുന്നു. എന്നാൽ വിജയകരമാണെങ്കിൽ നഷ്ടപ്പെട്ട ജീവിവർഗങ്ങളെ തിരികെ കൊണ്ടുവരാനും ഭാവിയിൽ വംശനാശ ഭീഷണി നേരിടുന്ന മൃഗങ്ങളെ സംരക്ഷിക്കാനും ഇത് സഹായിക്കും. വർഷങ്ങൾക്ക് മുമ്പ് വംശനാശം സംഭവിച്ച മൃഗങ്ങളെ തിരികെ കൊണ്ടുവരാൻ ശാസ്ത്രജ്ഞർ ഒരു മാർഗം കണ്ടെത്തി. ഭൂമിയിൽ ഒരിക്കൽ വിഹരിച്ചിരുന്ന ഭീമൻ ചെന്നായ ഇനമായ ഡയർ ചെന്നായെ തിരികെ കൊണ്ടുവരിക എന്നതാണ് അവരുടെ ഏറ്റവും ആവേശകരമായ പദ്ധതികളിലൊന്ന്. ജീൻ എഡിറ്റിങ്ങിനെ പറ്റി മുകളിൽ പറഞ്ഞു. എന്നാൽ ഒരു കോശത്തിൽ ഒരു സമയത്ത് ചെറിയ മാറ്റം വരുത്തുന്നത് മന്ദഗതിയിലുള്ളതും ബുദ്ധിമുട്ടുള്ളതുമാണ്. അതിനാൽ ശാസ്ത്രജ്ഞർ മൾട്ടിപ്ലെക്സ് എഡിറ്റിംഗ് എന്ന ഒരു രീതി ഉപയോഗിക്കുന്നു. അവിടെ അവർ ഒറ്റഘട്ടത്തിൽ DNA-യിൽ നിരവധി മാറ്റങ്ങൾ വരുത്തുന്നു. ഈ മാറ്റങ്ങൾക്ക് ശേഷം അവർ ഈ എഡിറ്റ് ചെയ്ത കോശങ്ങളെ ലാബിൽ വളർത്തുന്നു. എന്നാൽ അടുത്ത വെല്ലുവിളി ഈ കോശങ്ങളെ ഒരു ജീവനുള്ള മൃഗമാക്കി മാറ്റുക എന്നതാണ്. ഇതിനായി അവർ ഒരു ക്ലോണിംഗ് രീതി ഉപയോഗിക്കുന്നു. ഒരിക്കൽ ഡോളി എന്ന ആടിനെ സൃഷ്ടിക്കാൻ ഉപയോഗിച്ചിരുന്ന അതേ സാങ്കേതികത. ഈ രീതിയിൽ അവർ ഒരു ചെന്നായയിൽ നിന്നോ നായയിൽ നിന്നോ ഒരു മുട്ടയെടുത്ത് അതിന്റെ യഥാർത്ഥ DNA നീക്കം ചെയ്ത് ഡെയർവൂൾഫ് പോലുള്ള കോശത്തിന്റെ DNA ചേർക്കുന്നു. ഇത് ഒരു ഡെയർവൂൾഫ് ഭ്രൂണത്തിന്റെ ആരംഭത്തിന് കാരണമാകുന്നു. പിന്നീട് ഈ ഭ്രൂണം ഒരു പെൺ ചെന്നായയോ നായയുടെയോ ഉള്ളിൽ സ്ഥാപിക്കുന്നു. അത് ചെന്നായ നായക്കുട്ടിയെ വഹിച്ചുകൊണ്ട് പ്രസവിക്കും. അമ്മയും കുഞ്ഞും സുരക്ഷിതരാണെന്ന് ഉറപ്പാക്കാൻ ഓരോ ഘട്ടവും വളരെ ശ്രദ്ധാപൂർവം ചെയ്യുന്നു. ഭ്രൂണം ശരിയായി വളർന്നു കഴിഞ്ഞാൽ ഗർഭം സ്ഥിരീകരിക്കാൻ സംഘം പതിവായി അത് പരിശോധിക്കുന്നു. ഒടുവിൽ ചെന്നായ നായക്കുട്ടി ജനിക്കുമ്പോൾ ഉൾപ്പെട്ടിരിക്കുന്ന എല്ലാവർക്കും ഇതൊരു മാന്ത്രിക നിമിഷമായി മാറും. ജനനത്തിന് ശേഷം നായ്ക്കുട്ടിയും അമ്മയും ആരോഗ്യവാന്മാരാണെന്ന് ഉറപ്പാക്കാൻ ഒരു പ്രത്യേക സംഘം, പരിചരണ സംഘം അവരെ പരിപാലിക്കുന്നു. ചെന്നായ്ക്കളെ പോലെ സ്വാഭാവികമായി എങ്ങനെ ജീവിക്കാമെന്നും പെരുമാറാമെന്നും നായ്ക്കുട്ടികളെ പഠിപ്പിക്കുന്നതിൽ മറ്റൊരു സംഘം പ്രവർത്തിക്കും. ഈ പ്രോജക്റ്റ് ശാസ്ത്രത്തെക്കുറിച്ച് മാത്രമല്ല, ഈ മൃഗങ്ങളുടെ ഭാവി ആസൂത്രണം ചെയ്യുന്നതിനായി പ്രാദേശിക സമൂഹങ്ങൾ, വനമുദ്യോഗസ്ഥർ, സ്വകാര്യ ഭൂ ഉടമകൾ, തദ്ദേശീയ ഗ്രൂപ്പുകൾ എന്നിവരുമായി ടീം പ്രവർത്തിക്കുന്നു. ഈ മൃഗങ്ങളുടെ ഭാവി ആസൂത്രണം ചെയ്യുന്നതിനായി ഈ മൃഗങ്ങൾ കാട്ടിലേക്ക് മടങ്ങുമ്പോൾ അത് പ്രകൃതിക്കും ആളുകൾക്കും സുരക്ഷിതമായിരിക്കുമെന്ന് അവർ ഉറപ്പാക്കാൻ ആഗ്രഹിക്കുന്നു. പണ്ട് പല ജീവിവർഗങ്ങളുടെയും വംശനാശത്തിന് കാരണം മനുഷ്യനായിരുന്നതിനാൽ അവയെ തിരികെ കൊണ്ടുവരാനും പ്രകൃതിയെ സംരക്ഷിക്കാനും സഹായിക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണെന്ന് ശാസ്ത്രജ്ഞർ വിശ്വസിക്കുന്നു. കൊളോസൽ ബയോസയൻസിന്റെ ഈ പദ്ധതി ഇത്തരത്തിലുള്ള ആദ്യത്തേതാണ്. ഒരു ദിവസം വംശനാശം പഴയകാല സംഭവമായി മാറുമെന്നും ലോകം വീണ്ടും ഈ പ്രൗഢഗംഭീരമായ മൃഗങ്ങൾ ഭൂമിയിൽ നടക്കുന്നത് കാണുമെന്നും അവർ പ്രതീക്ഷിക്കുന്നു. ഈ പദ്ധതിയിൽ പ്രവർത്തിക്കുന്ന ശാസ്ത്രജ്ഞർക്ക് ഇത് ഒരു സ്വപ്ന സാക്ഷാത്കാരമായിരിക്കും. അഭിമാനത്തിന്റെയും സന്തോഷത്തിന്റെയും അത്ഭുതത്തിന്റെയും ഒരു നിമിഷം. സയൻസ് ഇങ്ങനെ വംശനാശം സംഭവിച്ച ജീവികളെ തിരിച്ചു കൊണ്ടുവരുന്നത് നല്ലതായും ഭീതിജനകവുമായി തോന്നാം. പക്ഷേ നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ഇത് ശരിയാണോ? ആവശ്യമുള്ള കാര്യമാണോ? അല്ലെങ്കിൽ ഭയം തോന്നുന്ന കാര്യമാണോ? കമന്റിൽ അഭിപ്രായം അറിയിക്കൂ. വീഡിയോ അവസാനിപ്പിക്കുന്നതിന് മുൻപ് ഒരു ചോദ്യം ബാക്കിയാണ്. അപ്പോൾ ശരിക്കും ഈ പരീക്ഷണം സാധ്യമായോ? കൊളോസൽ ബയോസയൻസ് 3 ജനിതക മാറ്റം വരുത്തിയ ചെന്നായ്ക്കളുടെ കുഞ്ഞുങ്ങളുടെ ജനനം പ്രഖ്യാപിച്ചു. റോമുലസ്, റെമസ്, കലീസി ഡെയർവൂൾഫുമായി ബന്ധപ്പെട്ട 20 സ്വഭാവ വിശേഷങ്ങൾ പ്രകടിപ്പിക്കുന്നതിനായി ചാര ചെന്നായ്ക്കളുടെ 14 ജീനുകൾ എഡിറ്റ് ചെയ്തുകൊണ്ട് വംശനാശം സംഭവിച്ച ജീവിവർഗങ്ങളുടെ സവിശേഷതകൾ പുനർസൃഷ്ടിക്കാനാണ് അവർ ലക്ഷ്യമിട്ടത്. എന്നിരുന്നാലും ഈ നേട്ടത്തെക്കുറിച്ച് സ്വതന്ത്ര വിദഗ്ധർ സംശയം പ്രകടിപ്പിച്ചിട്ടുണ്ട്. തൽഫലമായി ഉണ്ടാകുന്ന മൃഗങ്ങൾ യഥാർത്ഥ ഡെയർവൂൾഫ് അല്ല, മറിച്ച് സമാനമായ ചില സ്വഭാവ സവിശേഷങ്ങളുള്ള ജനിതകമാറ്റം വരുത്തിയ ചാര ചെന്നായ്ക്കളാണെന്ന് അവർ വാദിക്കുന്നു. 2.5 മുതൽ 6 ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് ഡെയർവൂൾഫ് മാരകമായ ചെന്നായ്ക്കളിൽ നിന്ന് വ്യതിചലിച്ചുവെന്നും ചെറിയ ജനിതക പരിഷ്കാരങ്ങൾ വംശനാശം സംഭവിച്ച ജീവിവർഗങ്ങളെ പുനർനിർമ്മിക്കാൻ സാധ്യതയില്ലെന്നും ഒട്ടാഗോ സർവകലാശാലയിലെ ഡോക്ടർ നിക് റാവ്ലൻസ് അഭിപ്രായപ്പെട്ടു. കൂടാതെ ഓസ്ട്രേലിയൻ സെന്റർ ഫോർ ഏൻഷ്യന്റ് DNA-യുടെ ഡയറക്ടർ ജെറമി ഓസ്റ്റിൻ ഡയർവൂൾഫും ചാരനിറത്തിലുള്ളതുമായ ചെന്നായ്ക്കൾക്കിടയിൽ ലക്ഷക്കണക്കിന് ജനിതക വ്യത്യാസങ്ങളുണ്ടെന്ന് ഊന്നിപ്പറഞ്ഞു. കൂടാതെ അത് ഡെയർവൂൾഫ് അല്ല എന്നും വാദിച്ചു. കൊളോസൽ ബയോസയൻസ് ഇതിനെ അവരുടെ വംശനാശ നിവാരണ ശ്രമങ്ങളിലെ ഒരു നാഴികക്കല്ലായി കണക്കാക്കുന്നുണ്ടെങ്കിലും പരിശോധന പൂർത്തിയായോ അതോ മാരകമായ ചെന്നായ തിരികെ കൊണ്ടുവരുന്നതിൽ പദ്ധതി വിജയിച്ചോ എന്ന കാര്യത്തിൽ ശാസ്ത്ര സമൂഹം ഭിന്നിച്ചിരിക്കുന്നു.